ഞാനിങ്ങനെ ഒരിക്കൽ ആലോചിച്ചപ്പോൾ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് സൊസൈറ്റിയിലെ മെജോറിറ്റി ഓഫ് ദ മണി ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഒരു മൈനോറിറ്റിയുടെ കയ്യിലുള്ളത്? ബാക്കി അവശേഷിക്കുന്ന തുച്ഛമായ പൈസ മാത്രമാണ് അവശേഷിക്കുന്ന മെജോറിറ്റിയുടെ കയ്യിലും വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പലയിടത്തും അന്വേഷിച്ചു. അവസാനം ഞാൻ എത്തിച്ചേർന്നതാണ് ദി 80-20 റൂൾ അഥവാ ദ പാരേറ്റോ പ്രിൻസിപ്പിൾ. 1985 വിൽഫ്രെഡോ പാരേറ്റോ എന്നൊരു ഇറ്റാലിയൻ എക്കണോമിസ്റ്റാണ് ഇതിനെപ്പറ്റി ആദ്യമായി എഴുതിയത്. ഇദ്ദേഹം ഒരു കാര്യം സൊസൈറ്റിയിൽ നോട്ടീസ് ചെയ്തു. അതായത് സൊസൈറ്റിയിലെ ആളുകൾ സ്വാഭാവികമായിട്ടും രണ്ടായി വിഭജിക്കപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ ഒരു ഡിവിഷൻ ഇങ്ങനെയായിരുന്നു: ടോപ്പ് 20%, ബോട്ടം 80%. അത് അവരുടെ കയ്യിലുള്ള മണി ആൻഡ് ഇൻഫ്ലുവൻസ് ഇതിൻ്റെ ബേസിസിലായിരുന്നു. ഈ ടോപ്പ് 20%-നെ ഇദ്ദേഹം വൈറ്റൽ ഫ്യൂ എന്നും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 80%-നെ ട്രിവിയൽ മെനി എന്നും വിളിച്ചു. പിന്നീട് മറ്റൊരു കാര്യം കൂടെ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് സൊസൈറ്റിയിലെ ആളുകളുടെ ഡിവിഷൻ മാത്രമല്ല, ഈ 80-20 റൂൾ മറ്റ് പല കാര്യങ്ങളിലും ആപ്ലിക്കബിളാണ്. അതായത് നമ്മുടെ 80% ഓഫ് റിസൾട്ടും വരുന്നത് ഏതെങ്കിലും 20% ഓഫ് ആക്ടിവിറ്റീസിനായിരിക്കും. അതുപോലെ ബിസിനസ് ആൾക്കാരുടെ 80% ഓഫ് പ്രോഫിറ്റ് വരുന്നതും ഈ 20% ഓഫ് കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 10 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതിലെ ടോപ്പ് പ്രയോറിറ്റി ഉള്ള 2 കാര്യങ്ങളുടെ വർത്ത് ബാക്കിയുള്ള 8 കാര്യങ്ങളുടെയും ടോട്ടൽ സമ്മിൻ്റെ വർത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് ഈ ഒരു തിയറിയുടെ ബേസ്. നമുക്ക് ചെയ്യാനുള്ള 10 ടാസ്കുകളിൽ എല്ലാ ടാസ്കിനും ഏകദേശം ഒരേ സമയം തന്നെയാണ് എടുക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും 1-2 ടാസ്ക് ബാക്കി അവശേഷിക്കുന്ന എല്ലാ ടാസ്കുകളുടെ സമ്മിനേക്കാൾ വാല്യുബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വൃത്തിയായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ടാസ്കിനേക്കാൾ ഒരു ടാസ്ക്കാണ് നമുക്ക് ഏറ്റവും റിസൾട്ട് തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു ടാസ്ക് ആണെങ്കിൽ, ഈ ദാറ്റ് ഫ്രോഗ് എഴുതിയ ബ്രയാൻ ട്രേസിയുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ, നമുക്കന്ന് കഴിക്കാനുള്ള ഫ്രോഗ് അതാണ് ആ ടാസ്ക്. ഈ ദാറ്റ് ഫ്രോഗ് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്തൊരു ബുക്കാണ് ബ്രയാൻ ട്രേസിയുടെ ഈ ദാറ്റ് ഫ്രോഗ്. ജസ്റ്റ് ട്രൈ ഇറ്റ്, വായിച്ചു നോക്ക്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ജസ്റ്റ് ട്രൈ മാൻ. അതുപോലെ ഒരു ആവറേജ് പേഴ്സൺ ഏത് ടാസ്ക് ആയിരിക്കും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ? സാഡ്ലി നമ്മുടെ വൈറ്റൽ ഫ്യൂവിൽ പെടുന്ന ഏറ്റവും റിസൾട്ട് നമുക്ക് തരാൻ സാധ്യതയുള്ള ടാസ്കുകൾ തന്നെയായിരിക്കും മെജോറിറ്റി ഓഫ് ആളുകളും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള സാധ്യത. നമ്മളെ തന്നെ ഏറ്റവും വാല്യൂ കുറഞ്ഞ ടാസ്കുകൾ, ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്ത് നമ്മളെ തന്നെ ബിസിയാക്കി വെക്കുകയാണ് പലപ്പോഴും ചെയ്യാറ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ആളുകൾ പലപ്പോഴും ബിസി ആയിരിക്കും, അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് തിരക്കിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്കിനുള്ളത് ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള ടാസ്കുകൾ തന്നെയായിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് തരുന്ന ടാസ്കുകൾ തന്നെയായിരിക്കും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ റൂട്ട് കോസ്, നമ്മൾ വിചാരിക്കുന്ന ഔട്ട്കം വരാത്തത്. ഒരുപക്ഷെ നമ്മുടെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ടാസ്കുകൾ മറ്റുള്ള ടാസ്കുകളേക്കാൾ ഹാർഡസ്റ്റ് ആയിരിക്കാം, അതിനേക്കാൾ മോർ കോംപ്ലക്സ് ആയിരിക്കാം. പക്ഷെ അവ തരുന്ന പേ ഓഫ്, അല്ലെങ്കിൽ അവരുടെ ആ ടാസ്കുകളുടെ റിസൾട്ട് ട്രൊമൻഡസ് ആയിരിക്കും. ബാക്കിയുള്ള ടാസ്കുകളൊക്കെ അപേക്ഷിച്ച് വലിയ റിസൾട്ട്, വലിയൊരു റിവാർഡായിരിക്കും നമുക്ക് തരുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ബാക്കിയുള്ള ലോ വാല്യൂ ടാസ്കുകളെ നമുക്ക് ഒഴിവാക്കാം. ശരിക്കും ഈ ഒരു കാരണം തന്നെ പോരെ നമ്മൾ ഏത് ടാസ്ക് ചെയ്യണം തീരുമാനിക്കാൻ. ഇപ്പോൾ തന്നെ നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തന്നെ ചോദിച്ചു നോക്കാം, ഈ ഒരു ടാസ്ക് ടോപ്പ് 20-ൽ പെടുന്നതാണോ അതോ ബോട്ടം 80-ൽ പെടുന്നതാണോ? അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അത് വെച്ച് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, ഏത് ടാസ്ക് നമ്മൾ ആദ്യം ചെയ്യണം, ഏത് ടാസ്ക് പിന്നീട് ചെയ്താൽ മതിയെന്ന്.
ഇതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു റൂൾ ഇതാണ്: റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ക്ലിയർ അപ്പ് സ്മോൾ തിങ്സ് ഫസ്റ്റ്. അതായത് നമ്മൾ എന്താണോ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഒരു ദിവസം നമ്മൾ ലോ വാല്യൂ ടാസ്കുകളാണ് ചെയ്ത് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ അന്നത്തെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടാസ്കുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അത് ചെയ്ത് തുടങ്ങുക. പക്ഷെ അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏതൊരു ടാസ്ക് ആണെങ്കിലും അത് ചെയ്ത് തുടങ്ങാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. വൺസ് അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഏതൊരു ടാസ്ക് ആണെങ്കിലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇക്കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്, ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ആയിരിക്കും. എന്നാൽ ഇതേ സമയം എടുത്തുകൊണ്ട് ചെയ്യുന്ന ലോ വാല്യൂ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവായിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ദിവസം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ദി എബിലിറ്റി ടു ചൂസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് ഈസ് ദ കീ ഡിറ്റർമിനൻ്റ് ഓഫ് യുവർ സക്സസ് ഇൻ ലൈഫ് ആൻഡ് വർക്ക്. എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അതായത് ആദ്യമേ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തു തീർക്കാൻ. അവരെ തന്നെ ഫോഴ്സ് ചെയ്യും ഇത്തരത്തിലുള്ള ടാസ്കുകൾ ആദ്യമേ ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മനുഷ്യനേക്കാൾ 5-10 മടങ്ങ് വാല്യുബിൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവും എഫക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത്. നമുക്കിന്ന് ചെയ്യാനുള്ള എല്ലാ ടാസ്കുകളും ഒരു ലിസ്റ്റാക്കാം. എന്നിട്ട് അതിന് പ്രയോറിറ്റി അനുസരിച്ച് എഴുതി ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടാസ്കുകൾ ആദ്യം ചെയ്ത് തുടങ്ങാം. അങ്ങനൊരു ശീലം നമുക്ക് ഇനി ബിൽഡ് ചെയ്യാം. നമ്മൾ എഴുതിയിട്ടുള്ള ഓരോ ടാസ്കിലും ഏതാണ് ടോപ്പ് 20യിൽ പെടുന്നത്, ഏതാണ് ബോട്ടം 80യിൽ പെടുന്നതെന്ന് നമ്മൾ ആദ്യമേ കണ്ടെത്തുക. എന്നിട്ട് അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു 80-20 റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലൈഫ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. See you in the next video. Bye.